أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون إن الله يعلم ما يدعون من دونه من شيء وهو العزيز الحكيم. وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. خلق الله السماوات والأرض بالحق إن في ذلك لآية للمؤمنين. صدق الله العظيم. ബഹുമാന്യനായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്തുകയാണ്. നമുക്കേവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു പോകുന്നത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് സത്യം എന്ന് മാത്രമല്ല, അത് മാത്രമാണ് സത്യം. ഈ സത്യത്തിനപ്പുറം പിന്നെ അസത്യമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും സൃഷ്ടാവിന് കീഴൊതുങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അത് നമുക്ക് പരിശോധിച്ച് പാകത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അക്കാര്യം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വ കർഹൻ വ ഇലൈഹി യുർജഊൻ. അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുകയാണ്, ഇസ്ലാമാവുക, മുസ്ലിമാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളും, അണു മുതൽ ബ്രഹ്മാണ്ഡ കടാഹം വരെയുള്ള എല്ലാ സംഗതികളും, വസ്തുക്കളും വകകളും സസ്യങ്ങളും ജീവജാലങ്ങളും ജന്തുക്കളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും ജീവനും മനസ്സും ആത്മാവും അങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ അവന്റെ ചട്ടങ്ങൾക്ക് കീഴൊതുങ്ങിയാണ് ജീവിക്കുന്നത്. തൗഅൻ വ കർഹൻ, സ്വമേധയായിട്ട് അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട്. നിർബന്ധിതമായി അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ് പ്രപഞ്ചത്തിൽ അധികവും. ഈ എല്ലാ വസ്തുക്കളെയും പരിശോധിച്ചാൽ ആ വസ്തുക്കൾക്ക് സ്വാതന്ത്ര്യമില്ല, ജീവിതത്തിന് സ്വാതന്ത്ര്യമില്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മത്സ്യം അതിന് നിശ്ചയിക്കപ്പെട്ട ആ ജീവിത ചംക്രമണം പൂർത്തിയാക്കാനല്ലാതെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു സസ്യം അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു ജീവിത ചംക്രമണമാണ്, അത് പൂർത്തിയാക്കാനല്ലാതെ
ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതുപോലെ സകല സംഗതികളും അതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ഓരോ ചലനവും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. എന്തിനാണോ അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അത് അന്ന് പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും സൂചിപ്പിക്കാറുള്ള സൂര്യൻ അതിന്റെ താവളത്തിലേക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രന്റെ വൃക്ഷങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാസം ഒരു ഇല്ലാതെ പൂർണ്ണചന്ദ്രനായി ജനിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല, സാധ്യമാവില്ല. ആ ഉണങ്ങിയ ഈത്തപ്പനത്തണ്ട് പോലെ അതിങ്ങനെ വളരെ ചെറിയ രീതിയിൽ പടിഞ്ഞാറ് ചക്രവാളം എല്ലാ മാസവും പടിഞ്ഞാറ് ചക്രവാളത്തിലാണ് ഉദിക്കുന്നത്. അതുകൊണ്ട് ഈ മാസം കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു കളയാം എന്ന് ചന്ദ്രന് തീരുമാനിക്കാൻ പറ്റില്ല. അതുപോലെ സൂര്യോദയവും നിശ്ചയിക്കപ്പെട്ടതാണ്, അസ്തമനവും നിശ്ചയിക്കപ്പെട്ടതാണ്. അതിലൊരു മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുമ്പോഴേ മാറ്റം ഉണ്ടാവും. അങ്ങനെയല്ല മലയും പുഴയും കാടുമൊക്കെ മഞ്ഞും മഴയും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ മഴ അനുഭവിക്കുമ്പോൾ, സുലഭമായി അനുഭവിക്കുമ്പോൾ നമുക്ക് അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യത്തെ കുറിച്ചറിയില്ല. വളരെ നിശ്ചിതമായ കണക്കിലാണ് ഇതെല്ലാ സംഗതികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഭൂമിയിലുണ്ടാകുന്ന താപം, തണുപ്പ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു കണക്കിൽ അപ്പുറം പോവില്ല, താഴെയില്ല. ചിലപ്പോൾ അത് കൂട്ടും, ചിലപ്പോൾ അത് കുറയ്ക്കും. അതൊക്കെ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാനിന്റെ ഭാഗമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അവന് സ്വമേധയാ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടും എന്നൊരു ഏരിയയുണ്ട്. അതായത് മനുഷ്യന്റെ കണ്ണ്, തല, ചെവി ഇങ്ങനെയുള്ള ഈ പ്രകൃതിദത്തമായ സംഗതികളുണ്ട്. കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ വയറിന്റെ ധർമ്മം ഒരിക്കലും തലച്ചോറ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ വളരെ വെൽ ഡിസൈൻഡാണ്. അതങ്ങനെ വിധിക്കപ്പെട്ടതുകൊണ്ട് അങ്ങനെ തന്നെ നടക്കുള്ളൂ. ആരെങ്കിലും തലകൊണ്ട് നടക്കണം കണ്ടാല് നമ്മൾ സ്വാഭാവികമായിട്ട് തലകുത്തി നടക്കണമെന്ന് പറയും. തലയോട് നടക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോ എല്ലാ ഓരോ സംഗതിയും പ്രപഞ്ചത്തിലെ സംഗതികൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ സ്വമേധയായി അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തിൽ നിർബന്ധിതമായി വേറെ ഒരു വഴിയില്ലാതെ മുഴുവൻ സംഗതികളും അല്ലാഹു തആല കീഴ്പ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഒരു മഹാ അത്ഭുത ജീവിയാണ് മനുഷ്യൻ. നമ്മൾ സാധാരണ നിലയിൽ മനുഷ്യരായി ജനിച്ച് ഇങ്ങനെ ഇടപെട്ട് ജീവിച്ച് ചിരപരിതത്വം കൊണ്ട് നമുക്ക് തന്നെ അത്ഭുതം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ പ്രത്യക്ഷത്തിലാണ് മനുഷ്യനെങ്കിലും മനുഷ്യൻ ഒരു അദൃശ്യ ജീവിയാണെന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങൾ പലരും പെട്ടെന്ന് യോജിക്കില്ല. ഇപ്പൊ സാധാരണ ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഇബ്രാഹിം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ കാണുമ്പോൾ ഇബ്രാഹിമിനെ എടുത്തോന്ന് ചോദിക്കാറില്ല. ഇബ്രാഹിമിന്റെ ജനാസ എടുത്തോ, മയ്യത്തെടുത്തോ എന്നാ ചോദിക്കുക. അപ്പൊ അതിലൊരു ഇബ്രാഹിം ഉണ്ട് യഥാർത്ഥത്തിൽ. അവിടെ കിടക്കുന്നത് ഇബ്രാഹിമിന്റെ മയ്യത്താണ്, ജനാസയാണ്. ആരും ഇബ്രാഹിമിന്റെ നടത്തിയിരുന്ന ഇടപാടുകൾ ആ മയ്യത്തിനോട് നടത്താറില്ല. അപ്പൊ ഇബ്രാഹിം അതിന് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിലായ ഇബ്രാഹിം ആരാണ്? നമ്മളെ ഓരോരുത്തരും നമ്മൾ മരിച്ചാല് ആ ഒറിജിനൽ എന്ന് പറയുന്ന സാധനം പോകും. പിന്നോട്ട് ഡെഡ് ബോഡിയാണ്. അത് പതിവ് ശരീരം, അത് പണ്ണിൽ നിന്നുകൊണ്ടാണ്. അത് മണ്ണിലേക്ക് ഇങ്ങനെ അരിഞ്ഞു പോകുന്നു. അപ്പൊ ഒറിജിനലി നമ്മൾ എന്ന് പറയുന്ന സംഗതി നമുക്ക് തന്നെ കാണാൻ പറ്റാത്ത ഒരു അത്ഭുത ജീവിയാണ് മനുഷ്യൻ. നമുക്ക് നമ്മെ പരിചയമുണ്ട് എന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ നമുക്ക് നമ്മളെ കാണാൻ സാധ്യമല്ല. നമ്മൾ ആരാണെന്നും കൃത്യമായി നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. ഇന്നടത്ത് ഇന്നാരുടെ മോനെന്നൊക്കെ പറയാം, അഡ്രസ്സൊക്കെ പറയാം. പക്ഷെ അഡ്രസ് ഇല്ലാത്തൊരു സമയം നമുക്ക് വരുമല്ലോ. പോസ്റ്റ്മാൻ കത്തുമായി വന്നാൽ ഭൂമുഖത്ത് നമ്മളില്ലെങ്കിൽ നമുക്ക് കത്ത് തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോണ ഒരു വഴിയുണ്ട്, അവിടേക്ക് ഒരിക്കലും കത്തെത്തിക്കാൻ പറ്റില്ല. അവിടെ പക്ഷെ നമ്മുടെ വ്യക്തിത്വമുണ്ട്. അപ്പൊ നമ്മൾ എവിടെ നിന്നോ വന്നു, തൽക്കാലം ഇവിടെ ജീവിച്ചു, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ എന്ന മഹാത്ഭുത ജീവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിൽ നിന്നൊരു പ്രത്യേക കഴിവ്, ഒരു തെരഞ്ഞെടുപ്പ് അവകാശം, ഒരു സ്വയം നിർണയാവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കും കൊടുക്കാത്ത ഒരു കഴിവാണ് യഥാർത്ഥത്തിൽ സ്വയം നിർണയാവകാശം. അത് മനുഷ്യന് നൽകിയിരിക്കുന്നു.
അപ്പോൾ ആ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതത്തോട് യോജിച്ചുകൊണ്ട് അതില് ഒരു ഐക്യദാർഢ്യം, അത് ശരിക്കും പറഞ്ഞ തൗഹീദ് എന്ന് പറഞ്ഞതാണ്. പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെല്ലാം ഏകമായ ഒരു ദിശയിലേക്ക് തിരിച്ചു വെച്ചിരുന്നു. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ആ ഏരിയയിൽ, അതായത് ധർമ്മജീവിതം, സദാചാര ജീവിതം, മോറൽ ലൈഫ്, അവന്റെ ജീവിതം ആ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയോട് യോജിപ്പിച്ചവന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. അതിന് വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയാം. ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങൾ ഇങ്ങനെയാണ്. ഏകനും ശക്തനും കാരുണ്യവാനും നീതിമാനും ആയ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം തീരുമാനിച്ച് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ. അതിന് സാക്ഷ്യം വയ്ക്കാനാണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ അവനവന്റെ തടി എന്റേതാണെന്ന് വിചാരിക്കാം, കിട്ടിയതൊക്കെ എന്റേതാണെന്ന് വിചാരിക്കാം. അങ്ങനെ സ്വയം ഒരു പടച്ചോനായി ചെന്ന് ജീവിക്കാം. അല്ലെങ്കിൽ വേറെ ചില കുട്ടിപ്പടച്ചോന്മാരെ അനുയായികളായിട്ട് ജീവിക്കാവുന്നതാണ്. അപ്പൊ ഇത് വളരെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ തീരുമാനം അവന്റെ ഭാവി നിശ്ചയിക്കുന്നതാണ്. ആ തീരുമാനം അനുസരിച്ച്, വിശ്വാസത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അവന് ഭാവിയിൽ നന്മ ലഭിക്കുമോ തിന്മ ലഭിക്കുമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഭാവി തീരുമാനിക്കാനുള്ള ഒരു അവകാശം, ഒരു സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ ഹാവഭാവമല്ല. ഈ പ്രകൃതിയുടെ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം ഇന്നതാണെന്ന് മനസ്സിലാക്കി അതിൽ ഞാനും വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരുടെ രക്ഷകൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയ സംഗതിയല്ല, ആഴങ്ങളിൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ളൂ. നമ്മുടെ നിത്യ ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സംഗതിയാണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യഖ്റുജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹും അത്താഊത് യഖ്റുജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത് ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവാണ് ഈ സത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൈകാര്യകർത്താവ്, സംരക്ഷകൻ, രക്ഷിതാവ്. ആ രക്ഷിതാവ് അവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അതായത് ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ നടപടിക്രമങ്ങൾ, ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി എന്നതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കും. നമ്മൾ പോകല്ലോ. അവിടെയുള്ള പ്രശ്നം, നമ്മളെന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പൊങ്ങാൻ യാതൊരു വഴിയും യഥാർത്ഥ ഖുർആൻ വഴി പഠിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ഉടനെ നമ്മൾ അൽഹംദുലില്ലാഹ് പടച്ചവനെ നീ തൗഫീഖ് നൽകിയതുകൊണ്ട് നിനക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാനുള്ള അത്ര ഒരു വ്യക്തിത്വമേ മനുഷ്യരുള്ളൂ. അപ്പൊ നന്മകൾ ചെയ്തു കൂട്ടുമ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാനുള്ള വെളിച്ചം, ആ വെളിച്ചമില്ലെങ്കിൽ അന്ധകാരത്തിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന ആളുകളെ അവൻ എല്ലാത്തരം കൺഫ്യൂഷനിൽ നിന്നും, അന്ധകാരങ്ങൾ, അതായത് ഇരുട്ടായ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, ജ്ഞാനമില്ലാത്ത, വെളിച്ചമില്ലാത്തൊരവസ്ഥ, ആ ഇരുട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ വെളിച്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കുന്നു. മറ്റവരോ ഇങ്ങനെ കഫറൂന്ന്, അതായത് അവരെ യഖ്റുജൂനഹും മിനൻ നൂരി ഇലാ ളുലുമാത്, ആ അന്ധകാരങ്ങളിൽ പെട്ടു നടക്കുന്ന ആളുകളുടെ ശൈത്താനാണ്, പിശാചാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള സംരക്ഷകൻ. അതായത് ഒന്നുകിൽ സ്വന്തം നിലയ്ക്ക് സ്വയം പിശാചാവാം. ഞങ്ങൾ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞില്ലേ, ജിന്നിലും നാസിലും ഉണ്ട് പിശാച്. അപ്പോ സ്വയം പിശാചാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിശാചുക്കളുടെ പിന്നാലെ നടക്കാം. അപ്പൊ അത്തരം പിശാചുക്കൾ മനുഷ്യനെ എപ്പോഴും വെളിച്ചത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്കാണ് നയിക്കുന്നത്. വെളിച്ചം എപ്പോഴും സിംഗുലറാണ്, അന്ധകാരങ്ങൾ എപ്പോഴും പ്ലൂറലായിട്ടാണ് വർണ്ണമായിട്ട്. അതിൽ അന്ധകാരങ്ങൾ ഒരുപാടുണ്ട്, വെളിച്ചം അല്ലാഹുവിന്റേത് മാത്രം. അത് ഖുർആനിൽ ശരിക്കും എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. വളരെ കൃത്യമായും വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്നു, ഇന്നാ ജഅൽനാ ശയാത്തീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തിൽ, പ്രകൃതി യാഥാർത്ഥ്യത്തിൽ അവനവന്റെ തടി എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു സത്യം ഉണ്ടല്ലോ, അതിൽ കൂടിയും വിശ്വസിക്കാൻ കഴിയാത്ത മനുഷ്യന്മാർക്ക് പിശാചിനെ നാം രക്ഷാധികാരിയായി നിയമിച്ചു കൊടുക്കും. അവന്റെ മനസ്സിൽ എപ്പോഴും പിശാചിന്റെ ദൗർബോധനങ്ങളായിരിക്കുന്നതാണ്.
അള്ളാഹുവിനെ കൂടാതെ രക്ഷാധികാരികളാക്കുന്ന ആ മനുഷ്യന്മാരെ അവരുടെ ഒരു അത്യത്ഭുതകരമായ ഒരു ഉദാഹരണം സൂറത്തുൽ അൻകബൂത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ ചില വചനങ്ങളാണ് ആദ്യമേ നിങ്ങൾ പഠിച്ചത്. മസലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അള്ളാഹുവിനെ കൂടാതെ സംരക്ഷകരെ തേടുന്ന ആളുകള്, ആ ആളുകളെ ഉദാഹരണം എങ്ങനെയാണ്? കമസലിൽ അൻകബൂത്ത്, ചിലന്തിയുടേതുപോലെ, എട്ടുകാലിയുടേതുപോലെ. എട്ടുകാലി ഒരു ദുർബല ജീവിയാണ്, അതായത് വളരെ ദൗർബല്യമുള്ള ഒരു ജീവി. ആ ജീവി അതിന് കൂട് കൂട്ടുന്നുണ്ട്. നമുക്കറിയാം ചിലന്തി വരാറുള്ളത്. എത്തഹത്ത് പൈതൻ, അതൊരു വീടുണ്ടാക്കി. ഇത്ര പറഞ്ഞോളൂ. എന്നിട്ട് പറയാമോ, ഇന്ന ഔഹാനൽ ബുയൂത്തിൽ ബൈത്തുൽ അൻകബൂത്ത്, വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് യഥാർത്ഥത്തിൽ ചിലന്തിയുടെ വീടാണ്. വീടുകളിൽ ഏറ്റവും ദുർബലമായത് ചിലന്തിയുടെ വീടാണ് എന്നുള്ള സുബ്ഹാനല്ലാഹ്. ചിലന്തി വരെയാണ്. ആ ബൈത്ത് എന്ന വാക്കാണ് ഇവിടെ വെബ് എന്നുള്ള വാക്കുള്ളത്, നെസ്റ്റ് എന്നുള്ള അർത്ഥത്തിലുള്ള വാക്കല്ല ഉപയോഗിച്ചത്. ബൈത്ത് അതിന് വലിയ ആഴമുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ യാഥാർത്ഥ്യം അത്യത്ഭുതകരമായ ഈ ഒരു ഉദാഹരണത്തിലൂടെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സത്യസന്ധമായ ഏറ്റവും സത്യമായ പ്രസ്താവന അയച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് നമ്മളും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം, നമ്മുടെ ഇടയിലുള്ള ജീവികൾ, അവരുടെ ജീവിത സാഹചര്യം, അതിൽ ഏറ്റവും ലൈഫായ വീക്കായ ഒന്നിനെടുത്ത് ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കിയിരിക്കണമെന്നതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഈ ശക്തിയുടെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ശ്രദ്ധ ഇല്ലാതെ വരുമ്പോൾ മനുഷ്യന്റെ ചിന്ത പഴിക്കുന്നു, മാനദണ്ഡങ്ങൾ പഴിക്കുന്നു, മൂല്യങ്ങൾ പഴിക്കുന്നു. അങ്ങനെ അവൻ പലപ്പോഴും വഴികേടിലാവുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ പാഴായി പോവുകയും പ്രവർത്തനങ്ങൾ പിഴച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ യാഥാർത്ഥ്യം എന്നത് അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, ശക്തി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. മുഴുവൻ ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അല്ലാഹയിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല. ഇത് നമുക്ക് ശരിക്കും ഒന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഖുർആൻ വളരെ ശക്തമായി പല സന്ദർഭങ്ങളിലായി പഠിപ്പിക്കുന്നു. ഒരാളിന് പണമുണ്ട്, അത് അവന്റെ ശക്തിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ധനാഢ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവന്റെ പണത്തിന്റെ ശക്തി അല്ലാഹുവിന്റെ ശക്തിയുടെ പ്രതിഫലനമാണ്. ഏതെങ്കിലും അധികാരി ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്തതാണ്. കാരണം നിസ്സാരമായ ഒരു വെള്ളത്തുള്ളിയിൽ നിന്നാണ് അവൻ ജനിപ്പിച്ചത്. എന്നിട്ട് അവന്റെ ബാല്യവും ശൈശവവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് അവൻ യുവത്വത്തില് പൂവത്തിന്റെ അവസ്ഥയിലാക്കിയിട്ട് അവൻ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ് എന്ന് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ പറയാം. അപ്പൊ അധികാരം ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയുടെ പ്രതിഫലനമാണ്. ആർക്കായാലും ശരിയാണ്. വിജ്ഞാനം ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ, സ്ഥാനമാന പദവികൾ ആരുടെയും കൈവശമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ പ്രതിഫലനമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭിച്ചതാണ് എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം മനുഷ്യൻ അംഗീകരിക്കാതെ വരുമ്പോ മനുഷ്യൻ ശക്തിയുള്ളവൻ, അവൻ ധാർഷ്ട്യനാവും. അത് വെച്ചിട്ട് അവൻ അനീതിയും അക്രമവും കാണിക്കും. അവനും അവന്റെ ഒരു ദൂഷിത വലയം അവന്റെ പിന്നിൽ എപ്പോഴുണ്ടാവും. അധികാരത്തിന്റെ ഇടനാഴികളിൽ അവനെ സഹായിക്കാൻ ആളുകളുണ്ടാവും. നല്ല ശക്തിയുള്ളവൻ യാഥാർത്ഥ്യ ബോധമില്ലാത്തവനായാൽ അവൻ അതുകൊണ്ട് ഗർവ് കാണിക്കും. അത് അധികാരത്തിന്റെ ശക്തിയായാലും പണത്തിന്റെ ശക്തിയായാലും. ഈ ശക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞ അധികാരത്തിന്റെയും പണത്തിന്റെയും പ്രതാപത്തിന്റെയും ആരോഗ്യത്തിന്റെയും ശക്തി അതൊരു വ്യക്തികൾക്കായാലും സമൂഹത്തിനായാലും രാഷ്ട്രങ്ങൾക്കായാലും അത് കൈയാളുന്ന ആളുകൾ ഈ യാഥാർത്ഥ്യ ബോധമില്ലാത്തവരായാൽ അവരത് വെച്ച് ഇങ്ങനെ ഗർവ് കാണിക്കും. ഇല്ലാത്തവൻ പഞ്ചമുച്ച മടക്കി ഉള്ളവന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കും. കാരണം അവൻ നിയമം പാസ്സാക്കുമ്പോ, അവൻ തിട്ടൂരുകൾ പ്രയോഗിക്കുമ്പോ, അവൻ കാര്യങ്ങൾ പറയുമ്പോ ഇവനിങ്ങനെ ഓച്ചാനിച്ചു നിൽക്കും. അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കും. എന്തെങ്കിലുമൊക്കെ ചില്ലറ അവന്റെ കയ്യിലിട്ട് കൊടുക്കും. ഇങ്ങനെ ഇത് ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. അധികാരമുള്ളവൻ, പണമുള്ളവൻ, പ്രതാപമുള്ളവൻ, വിജ്ഞാനമുള്ളവൻ യാഥാർത്ഥ്യ ബോധമില്ലാതെ ചിന്തിക്കുന്നത് കൊണ്ട്, പെരുമാറുന്നത് കൊണ്ട് ലോകത്ത്
ഒരുപാട് അക്രമങ്ങളും അനീതിയും നടക്കുന്നുണ്ട് എന്നുള്ള ഓരോരുത്തരുടെയും ധാരണ അവരവർക്ക് ലഭ്യമായത് അവരുടെ മെരിറ്റ് കൊണ്ട് കിട്ടിയതാണ്. മെരിറ്റ് പോലും യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ മെരിറ്റിന്റെ കാര്യം പറയാറുണ്ട്. മെരിറ്റ് പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. കാരണം ഒരുത്തന്റെ ബുദ്ധിയും ഒരുത്തന്റെ ജീവിത സാഹചര്യവും ജനനത്തിന്റെ സാഹചര്യവും തീരുമാനിക്കണം അവരല്ല. ഒരു വലിയ വീട്ടിൽ ബുദ്ധിയുള്ള കുടുംബത്തിൽ ബുദ്ധിയുള്ള മകനായി ജനിക്കുക എന്നതാണ് മെരിറ്റിന്റെ അടിസ്ഥാനം. എന്നിട്ടാണ് അവൻ പരീക്ഷയിൽ ഏറ്റവും വലിയ മാർക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് നമ്മളിവിടെ ഒന്നിച്ചു കാണിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിക്കാത്ത ചാളയിലെ അഗണ്യ കോടിയിൽ തള്ളപ്പെട്ട പോയ ഒരു അഗതിയുടെ കുട്ടിയായി ജനിച്ചാൽ ഒരിക്കലും ആ മെരിറ്റിന് അർഹതയില്ല. അപ്പൊ നമ്മൾ കണക്കാക്കുന്ന ആധുനിക ലോകം കണക്കാക്കുന്ന മെരിറ്റ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിഗളിക്കാൻ യാതൊന്നുമില്ല, അഹങ്കരിക്കാൻ യാതൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മാത്രമേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ വരുമ്പോ മനുഷ്യന് സ്വയം തോന്നും ആ ശക്തിയൊക്കെ നമ്മളെ സംരക്ഷിച്ചോളൂ. അങ്ങനെ പണത്തിന്റെ ശക്തിയുടെ സംരക്ഷണത്തിന്റെ തേടിപ്പോകുന്ന ആളുകൾ, അതുപോലെ അധികാരത്തിന്റെ ശക്തിയുടെ സംരക്ഷണത്തെ തേടിപ്പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജാവോ നേതാവോ രക്ഷിച്ചുകൊള്ളുമെന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സംരക്ഷകനിൽ എപ്പോഴെങ്കിലും അഭയം പ്രാപിക്കുന്ന ആളുകൾ ചെലന്തി അതിന്റെ വലയിൽ പെടുന്നത് സംരക്ഷണം തേടുന്നത് പോലെയാണ്. ഏറ്റവും ദുർബലമായ ജീവി, അതിന് ചെലന്തിക്ക് വലയെ ചെലന്തിക്കോ രക്ഷിക്കാനാവാത്ത സാഹചര്യം വരും. ഒരു കാറ്റടിച്ചാൽ ഒരു മരത്തിന്റെ കൂട് കിട്ടിയിരിക്കുന്ന മരത്തിന്റെ ആ ഇലകളൊന്ന് അനങ്ങിയാൽ, കൊമ്പൊന്ന് മുറിഞ്ഞു വീണാൽ, ഒരു ചെറിയ മഴ പെയ്താൽ തകർന്ന് കരിപ്പണമായി പോകുന്ന ഏറ്റവും ദുർബലമായ ഒരു വീടുണ്ടാക്കുന്ന ഒരു ജന്തു നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. ഏറ്റവും വളരെ ശോഷിച്ച ശരീരമുള്ള ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്ന ഒരു ജന്തു നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടല്ലോ. ആ ജന്തുവിന്റെ ജീവിതം പോലെയാണ് ഈ അധികാരത്തിന്റെയും പണത്തിന്റെയും പ്രതാപത്തിന്റെയും അതുപോലെയുള്ള സംഗതികളുടെയും പിന്നാലെ സംരക്ഷണം ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ നീതി വ്യവസ്ഥയ്ക്കെതിരായി തോന്നിയാസം കാണിച്ച് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വളരെ ആഴത്തിലാണ് വിഷയം, വളരെ ഗൗരവമുള്ളതാണ്. എല്ലാ പണക്കാരെയും എല്ലാ അധികാരികളെയും എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ നേതാക്കന്മാരെയും ഇങ്ങനെ വട്ടം ചുറ്റി കറക്കുന്ന ഒരു ചരടിൽ കെട്ടിക്കെട്ടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിബൃഹത്തായ ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്കുള്ളത് ചിലന്തി വലയേക്കാൾ മോശമാണ്. നിങ്ങളുടെ അധികാരമുണ്ടല്ലോ, നിങ്ങളുടെ പ്രതാപമുണ്ടല്ലോ, നിങ്ങളുടെ പണമുണ്ടല്ലോ, നിങ്ങളുടെ ഔന്നിത്യമുണ്ടല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്ന പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളും ഈ ചിലന്തിയും ചിലന്തി വലയേക്കാൾ നിസ്സാരമാണ്. ലൗകാനോ യഅലമൂൻ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. ഇങ്ങനെ ഇതുപോലെ നിങ്ങളെപ്പോലെ പ്രതാപശാലികളായി ഈ അധികാരത്തിന്റെയും പണത്തിന്റെയും അതുപോലെയുള്ള സംഗതികളുടെയും പേരിൽ ഈ ഭൂമിയിൽ അഹങ്കാരം നടത്തി പാവങ്ങളെ ചൂഷണം ചെയ്തും അടിച്ചുപെടുത്തി ജീവിച്ചും ആർഭാട സുന്ദരമായ ഭവനങ്ങൾ വെച്ചും വലിയ ആഘോഷങ്ങൾ നടത്തിയും വിരുന്നുകൾ നടത്തിയും ജീവിച്ച ഒരുപാട് മുൻഗാമികൾ നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ട്. അവരെയൊക്കെ നാം പിടിച്ചപ്പോൾ ഈ ചിലന്തി വലയെ പോലെ അവരെ ഇങ്ങനെ നശിച്ച് നാമാവശേഷമായി പോയി. അത്ര പോലും അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അവരെ എല്ലാത്തിനെയും നാം അവരുടെ തോന്നിയാസത്തിന്റെ പേരിൽ അവരുടെ തെറ്റുകളുടെ പേരിൽ നാം പിടിച്ചു. ചില ആളുകളുടെ മേലിൽ നാം ആകാശത്ത് നിന്ന് ചരൽക്കല്ലുകൾ അയച്ചു. ചില ആളുകൾക്ക് ഒരു ഘോരമായ ഒരു സ്ഫോടനം നടത്തി നാം അവരിവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. ചില ആളുകളെ നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു, ചില ആളുകളെ നാം മുക്കിക്കൊന്നു. ഇതൊക്കെ പറയുമ്പോ ആ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും അനീതി കാണിച്ചു എന്ന് നിങ്ങൾ പറയരുത്. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരുടെ ആത്മാക്കളോട് സ്വയം തന്നെയാണ് അനീതി കാണിച്ചത്. കാരണം അവർക്ക് ജീവിതം നൽകി, വിഭവങ്ങൾ നൽകി, ശക്തി നൽകി, അധികാരം നൽകി, പണം നൽകി. ഇതൊന്നും നിന്റേതല്ല, തൽക്കാലമാണ്, അള്ളാഹുവിന്റേതാണിത് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്റെ ഓഹരി മാത്രം എടുത്തിട്ട് മറ്റുള്ളവർക്കും കൂടി കൊടുത്ത് ഇവിടെ ഭൂമിയിൽ നീതി സ്ഥാപിക്കാൻ അവരോട് കൽപ്പിച്ചു. പക്ഷെ അവരൊന്നും ചെയ്തില്ല. കിട്ടിയത് മുതൽ ആർഭാടാലങ്കാരം
അനാചാരങ്ങളായി അടിച്ചു പൊളിച്ചങ്ങനെ ജീവിച്ചു. അങ്ങനെയുള്ള ആളുകളെ നശിപ്പിച്ച കഥകൾ പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, ഇപ്പോ ചെലന്തി വലയേക്കാൾ ദുർബലമല്ലേ അവരുടെ അവസ്ഥ. സമൂദ് എന്ന് പറഞ്ഞ വലിയൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു. ഭൂമിയിലെ മലയടിവാരങ്ങളിൽ വലിയ കൊട്ടാരങ്ങള്, കൊത്തുപണികളുള്ള കൊട്ടാരങ്ങള് കെട്ടിയുണ്ടാക്കിയ മനുഷ്യന്മാർ ഒരൊറ്റ ശബ്ദം, ഒരു ശബ്ദം കൊണ്ട് അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. അതായത് അടിച്ചു വീശുന്ന കാറ്റ്, അതായത് 7 രാത്രിയും 8 പകലും അടിച്ചു വീഴുന്ന ഒരു കാറ്റ്. അതായത് വെട്ടിയിട്ട ഈത്തപ്പനക്കടി വീഴുന്നത് പോലെ അവരെല്ലാം അവിടെ വീണ് നശിക്കുകയുണ്ടായി. അതുപോലെ പ്രതാപത്തിന്റെ ആർഭാടങ്ങളുടെ ആഘോഷങ്ങളുടെ ഇന്ന് നമ്മൾ നടക്കുന്ന കല്യാണാഘോഷങ്ങളെക്കാൾ എത്രയോ ഗംഭീരങ്ങളായ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെയാണ് ഈ ഫിറഔനും കൂട്ടരും നടത്തിയിരുന്നത്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്ന കഥ പറയുന്നത് വളരെ ഹൃദയസ്പർശമായിട്ടാണ്. അവര് എത്രയെത്ര തോട്ടങ്ങളാണ് ഉപേക്ഷിച്ചു പോയത്, എത്രയെത്ര അരുവികളാണ് അവർ വിട്ടേച്ചു പോയത്. അതായത് എത്ര ഉന്നതമായ പാർപ്പിടങ്ങളും എത്ര വലിയ കൃഷിയിടങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. ആഹ്ലാദകരമായി അവരനുഭവിച്ചിരുന്ന ആ മഹാസൗഭാഗ്യങ്ങളെല്ലാം വിട്ടേച്ച് അവരിവിടെ നിന്ന് പോയേണ്ടി വന്നു. അതൊക്കെ മറ്റൊരു ജനതയ്ക്ക് നാം ഭൂമിയിൽ അനന്തരാവകാശമായി നൽകുകയും ചെയ്തു. അവരുടെ ആ പോക്കിൽ ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഒരു തുള്ളി കണ്ണീരൊഴുക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അത് തന്റേതാണ് എന്ന ആ മിഥ്യാധാരണ ഒഴിവാക്കിയിട്ട് അല്ലാഹു എനിക്ക് ഈ ജനങ്ങൾക്കും വേണ്ടി നൽകിയതാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാത്ത പഴയകാല മനുഷ്യന്മാരുടെ കഥകൾ എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ പറയുമ്പോ വളരെ ഹൃദയസ്പർശമായി അവര് നശിച്ചു പോകുമ്പോ, അവരില്ലാതെ പോകുമ്പോ ആരും അവർക്ക് വേണ്ടി കരയാനുണ്ടാവില്ല. അതായത് അവർക്ക് അവർക്ക് അവധി കൊടുക്കുകയുമില്ല. അപ്പൊ അങ്ങനെ അപകടത്തിൽപ്പെട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാല മനുഷ്യന്മാര്, അതായത് പ്രതാപവാന്മാരായി, പണക്കാരായി, ഉന്നതന്മാരായി എല്ലാവിധ ആർഭാടാലങ്കാരങ്ങളും കാണിച്ച്, പൊങ്ങച്ചം കാണിച്ച്, വലിയ സൽക്കാരങ്ങൾ നടത്തി, സദ്യകൾ നടത്തി, ആർഭാടപൂർണമായ കല്യാണങ്ങളൊക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരു വലിയ ജനതയെ അവരെയെല്ലാം നാം നശിപ്പിച്ച് നാമാവശേഷമാക്കി. അതുകൊണ്ട് നിങ്ങളുടെ കൈവശമുള്ള ഈ സംഗതികളുണ്ടല്ലോ, അതൊക്കെ യഥാർത്ഥത്തില് ഈ ചെലന്തി കിട്ടുന്ന വലയില് അഭയം പ്രാപിക്കുന്നത് പോലെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് ഉത്തമം എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസഅതും ഫലഹാ. നിങ്ങൾ നന്മ ചെയ്താൽ അതിന്റെ ഫലം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ മോശം പ്രവർത്തിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അതിന്റെ പ്രതിഫലം നിങ്ങൾ തീർച്ചയായും ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂക്ഷ്മതയോടുകൂടി ഇത് മനസ്സിലാക്കി ജീവിതം വിജയം പ്രാപിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نزيد ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി സൂക്ഷ്മത പാലിക്കുവാൻ, പ്രധാനം സൂക്ഷിച്ചിരിക്കുവാൻ എന്നോടെന്താ പോലെ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, ചെയ്യുകയാണ്. ഭൂമിയിൽ മനുഷ്യന് ലഭ്യമാകുന്ന അധികാരത്തിന്റെയും ശക്തിയുടെയും യാഥാർത്ഥ്യം ബോധ്യമാവാതെ വരുമ്പോഴാണ് കിട്ടിയവൻ ഗർവ് കാണിക്കുന്നത്. ഇനി കിട്ടാത്ത ആളുകളുടെ അവസ്ഥയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവർ ഈ അധികാരത്തിന്റെ മുന്നിൽ, പണക്കാരന്റെ മുന്നിൽ ഓച്ചാനിച്ചത് എന്തിനാ? കിട്ടിയതെന്ന് കിട്ടാൻ, ഓന് കിട്ടിയതെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി എല്ലാ അധികാരികളുടെ മുന്നിലും ആദർശം വെച്ച് ജീവിതം പഴക്കിയ ഒരുപാട് മനുഷ്യന്മാരുടെ കഥ നമുക്ക് കാണാൻ സാധിക്കും.
യാഥാർത്ഥ്യമായി ബോധ്യമായിട്ടുണ്ടെങ്കിൽ പോലും അധികാരിയുടെ മുന്നിൽ പറയാനുള്ള സങ്കുചമില്ലാതെ ആദർശം വിറ്റ് കാശാക്കി ജീവിക്കുന്ന പണ്ഡിതരും നേതാക്കന്മാരും ലോകത്തെന്നും എല്ലാ കാലത്തുണ്ട്, ഇന്നും ഇക്കാലത്തുണ്ട്. കാരണം അവന് അല്ലാഹുവിന്റെ ശക്തിയെക്കുറിച്ചല്ല, പണക്കാരന്റെ പദവിയെക്കുറിച്ച്, അധികാരിയുടെ പദവിയെക്കുറിച്ച്, നിയമത്തിന്റെ ശക്തിയെക്കുറിച്ച്, കോടതിയും ജയിലിനെയും ഭയക്കും. അതാണ് അവന് ഭരിക്കുന്നത്. അവൻ മതമല്ലാത്ത മറ്റു സംരക്ഷകരെ അന്വേഷിക്കുന്നവനാണ് എന്നാണ് ഖുർആന്റെ ഭാഷ. ഏതവസ്ഥയിലും സത്യം സത്യമായി പറയുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസം. ആർക്കെങ്കിലുമൊക്കെ അധികാരം ലഭ്യമാകുമ്പോ, ആർക്കെങ്കിലുമൊക്കെ പണം ഉണ്ടാകുമ്പോ അവന്റെ താല്പര്യങ്ങൾക്കൊത്ത് സത്യവിശ്വാസത്തെ വളച്ചൊടിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ സത്യവിശ്വാസം ശക്തമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് പറയാതെ തന്നെ ഇത് മനസ്സിലാവുന്ന സംഗതിയാണ്. അതിപ്പം അങ്ങനെ പറയാൻ പറ്റുമോ? പഠിച്ചോന് നാണം കിടന്നില്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിയില്ലാത്തതുകൊണ്ട് അത് കൃത്യമായി പറഞ്ഞു. നമ്മളിതെല്ലാം നമ്മുടെ ചുരുട്ടിക്കൂട്ടി ഭയങ്കര കഷ്ടത്തിരിക്കുന്നതാണ്. ഇതൊന്നും ആരോടും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പ്രശ്നമാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഈ പള്ളിയിൽ കൂടി ആളുകൾ കുറച്ചല്ല പറയും. സമകാലിക ലോകത്തെ സത്യവിശ്വാസികളുടെ മൊത്തം അവസ്ഥ അങ്ങനെയാണ്. ഓരോ സംഗതികൾ ആരോ ചെയ്യുമ്പോൾ നിങ്ങൾ അപകടത്തിലാണ് പോകുന്നത്, നരകത്തിലാണ് പോകുന്നത്, നാശം ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് തൻകൂട്ടിയല്ല, തന്റെ ഇടയില്ല. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വിവരം വേണ്ട. വിവരവും വിശ്വാസവും ദൃഢബോധ്യവും ഒന്നും ഇല്ലാത്ത നിലയിലാണ് നമ്മൾ നടക്കുന്നത്. ഈ സംഗതി ഖുർആനിൽ പറഞ്ഞത് ഒരുപാട് അടിച്ചിട്ട് വ്യാഖ്യാനങ്ങൾ, ഒരുപാട് വ്യാഖ്യാനത്തിന് അത്രയും വലിയ വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ ലളിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആനെ വ്യാഖ്യാനം അടിച്ചിറക്കണം, വിവിധ ഭാഷ അടിച്ചിറക്കുന്ന കാലമാണ് ഇന്നത്തെ ദീനുൽ ഇസ്ലാമിന്റെ അവസ്ഥ. എന്താ? ഇത്രയൊന്നും വ്യാഖ്യാനമില്ലാത്ത സഹാബാക്കളുടെ കാലഘട്ടത്തിലെ അവസ്ഥ എന്താ? മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറായാൽ, അല്ലാഹുവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഇത്രയും വലിയ വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. വ്യാഖ്യാനത്തിന്റെ മുകളിൽ വ്യാഖ്യാനം, അതിന്റെ മുകളിൽ കസറത്ത്, അതിന്റെ മുകളിൽ ഇതിന്റെ മുകളിൽ ഒച്ചപ്പാട്, പിന്നെ റോഡിലിറങ്ങി മൈക്ക് വെച്ച് പ്രസംഗം, പിന്നെ അവനാഫറാക്കൽ, അവനമശരിക്കാക്കൽ, മഞ്ചാനാക്കലാക്കൽ, അവനാഫറാക്കൽ, ഇങ്ങനെ ദീനി പ്രവർത്തനം മുഴുവൻ കേട്ട മനുഷ്യന്മാരെ ഈ പ്രവർത്തനത്തിന്റെ ഇടയിലൂടെ നരകത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പച്ചയായി പറയുന്ന കാര്യം, ഖുർആൻ പറയുന്ന കാര്യം ശാന്തമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം പോലും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലില്ല എന്നല്ല. നമ്മുടെ ഈമാന്റെ ശക്തി കുറവ് തന്നെയാണ്. അത് സംബന്ധിച്ചു ഞാൻ നിങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. എല്ലാവരും ചലന്തി വിലയിൽ അഭയം പ്രാപിക്കുന്ന ചലന്തിയെ പോലെ വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മളൊക്കെ കുറെ ചലന്തികളും നമ്മൾ കാണുന്ന ഈ ആർഭാട സുന്ദരമായ സംഗതികൾ ആ ചലന്തിയുടെ വലയുമാണ് എന്ന് സങ്കല്പിച്ചു നോക്കിയാൽ അത് അത്ര വിലയെ കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇതെല്ലാം അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്നാൽ എന്താ പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതോടെ പറഞ്ഞു, അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികും ദുനിയ വസ്തംതഅതും ബി. നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ നല്ല വസ്തുക്കളെ പോലെ തന്നു, പക്ഷെ അതൊക്കെ നിങ്ങൾ പാഴി. അതുകൊണ്ട് നിങ്ങൾ സുഖമനുഭവിച്ച്, അതുകൊണ്ട് വല്യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖി വബിമാ കുൻതും തഫ്സുഖൂൻ. നീ നാണം കെട്ട ശിക്ഷയിൽ കിടന്നോളണം. അതായത് ഭൂമിയിൽ യാതൊരു ന്യായവുമില്ലാതെ പണവും പ്രതാപവും കൊണ്ട് അഹങ്കാരം കാണിക്കുകയും ധിക്കാരപരമായി പെരുമാറുകയും ചെയ്തതിന്റെ പേരിൽ നീ നരകത്തിൽ കിടന്നോളണം എന്ന് ഇത്തരം ധിക്കാര മനോഭാവമുള്ള ആളുകളോട് നാളെ പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നേ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിയുള്ളവന് ആലോചിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത് ബുദ്ധിയുള്ളവൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നാണെന്ന് പറഞ്ഞു. അത്തരം ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇത് മനസ്സിലാക്കി, ബുദ്ധിയോടെ മനസ്സിലാക്കി പ്രായോഗിക ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارحمنا أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. കരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരും പാവങ്ങളും ചെറുപ്പാങ്ങളും തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉസ്താദന്മാർ, ഭാഷന്മാരുടെ സുഹൃത്തുക്കൾ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ പുറത്തമാക്കാതിക്കാണ് തമ്പുരാനെ. ഞങ്ങൾ
ധനവും ആരോഗ്യമൊക്കെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ, അഭിമാനം നീ സംരക്ഷിക്കണേ തമ്പുരാനെ, അതെല്ലാം ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹു ഈ ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ, അവിടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അടുത്ത കാലത്ത് മരിച്ചുപോയ ആളുകൾ ഒരുപാട് വസിയത്തുള്ള അവരുടെ എല്ലാം അപകടങ്ങളെ സ്വന്തത്തുണ്ടാവാനുള്ളതാക്കി മാറ്റണേ നാഥ. ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അപകടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. നരകശിക്ഷ ഞങ്ങൾ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ നാഥ. എപ്പോഴും പ്രാർത്ഥനാനിരതമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. വൈശാനിക ദൗർബോധനങ്ങൾ ഞങ്ങൾ നീ അകറ്റി നിർത്തണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചു തരണേ തമ്പുരാനെ. ഇത് തട്ടിക്കളയാതെ സ്വീകരിച്ചു തരണേ അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا رحمن